മൊബൈൽ വാങ്ങിച്ച ഷോറൂമിൽ പോകുമ്പോൾ ആ സർവീസ് സെന്ററിൽ തന്നെ കാണിക്കുന്നു. എവിടെയാണ് ഇതിന്റെ സർവീസ് സെന്റർ? അങ്ങനെയാണെങ്കിൽ ലോക്കൽ സർവീസ് സെന്ററിൽ പോകും, ഫോൺ വാങ്ങിച്ച് അയാൾ വാങ്ങിച്ചാൽ വയ്ക്കും, തരാം, ഡേറ്റ് ഇട്ട് ഒരു ബില്ല് എഴുതി തരും. പിന്നെ നമ്മൾ മാസങ്ങളോളം ആ ഷോപ്പിൽ കയറി ഇറങ്ങി നമ്മൾ ആ ചെരുപ്പിന്റെയും ഫോൺ അവിടെ, പിന്നെ നമ്മളങ്ങ് കളഞ്ഞിട്ട് പുതിയ ഫോൺ വാങ്ങിച്ച് ജീവിതം അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ 2025 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജനുവരിയിൽ തന്നെ ഒരുപാട് സ്മാർട്ട് ഫോണുകൾ അതുപോലെ ഐഫോണും ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഐഫോണിന്റെ 17 ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ഒരുപാട് ഫീച്ചേഴ്സ് കൂടി തന്നെയാണ് ഐഫോൺ 17 ഇറങ്ങുന്നത്. അതേപോലെ തന്നെ നമ്മുടെ S20 എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് സാംസങ്ങിന്റെ അടുത്ത ഫീച്ചർ എന്താണെന്നുള്ളത്. S25 അൾട്ര, അതിലും ക്യാമറയിൽ തന്നെ 50 MB അൾട്രാ വൈൽഡ് ആംഗിളിന്റെ ലെൻസൊക്കെ യൂസ് ചെയ്ത് കൂടുതൽ ഫീച്ചേഴ്സോടുകൂടി S25 അൾട്രയും വരുന്നുണ്ട്. അതേപോലെ സാധാരണ ഒരു ലോ ബഡ്ജറ്റ് 5G സ്മാർട്ട് ഫോണുകൾ നോക്കുകയാണെങ്കിൽ പോക്കോടെ X7 ഒക്കെ ജനുവരി തന്നെ ഇറങ്ങുന്നുണ്ട്. അതേപോലെ ഇൻഫിനിക്സിന്റെ ചവറ് പോലെ ഇറങ്ങുന്നുണ്ട് സ്മാർട്ട് ഫോണുകൾ. നമ്മളൊക്കെ കൂടുതൽ നോക്കുന്നത് റാം, സ്റ്റോറേജ് 8GB റാം, സ്റ്റോറേജ് 256 സ്റ്റോറേജ് ഒക്കെ വരുന്ന സ്മാർട്ട് ഫോണിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലോ ബഡ്ജറ്റ് എന്നുള്ള സംഭവമാണ് നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ മരിച്ച് ഈ തല താഴ്ത്തി നിന്ന ഒരുപാട് ബ്രാൻഡ് കമ്പനികളൊക്കെ ഇപ്പം ഇങ്ങനെ തല പൊക്കി വരെയാണ്. അതിലൊന്നാമത് കിടക്കുന്ന ആളാണ് മറ്റേ ലാവ ഇപ്പം കുറച്ച് നല്ല കിടിലമായിട്ടൊക്കെ ഐഫോണിന്റെ മോഡലും അങ്ങനെയൊക്കെ കുറെ മോഡൽ ഈ ഇൻഫിനിക്സുമായിട്ട് കൂട്ടുകൂടിയും തോന്നുന്നുണ്ട്. അവര് അതേ ഫീച്ചറിൽ കുറെ സാധനങ്ങൾ എഡ്ജ് റാം ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ചവറ് പോലെ ഇറക്കാൻ പരിപാടി ഇരിക്കുകയാണ്. ഇറക്കുന്നുണ്ട് 5G ഒരുപാട് സെറ്റുകൾ ലാവ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ ലിനോവ, അവരൊക്കെ തല താത്ത് നിന്ന പല കമ്പനികളും ഇപ്പം ചെറുതായിട്ട് പുതിയ ഫീച്ചറിൽ ആൻഡ്രോയിഡ് ഫീച്ചറൊക്കെ എടുത്ത് കയറ്റിയിട്ട് ഇങ്ങനെ തല പൊക്കി വരുന്ന ബ്രാൻഡുകളിൽ എനിക്ക് ഇച്ചിരി ശ്രദ്ധിക്കണമെന്ന് തോന്നിയ ഒരു ബ്രാൻഡാണ് പാനസോണിക്. 1 year വാറണ്ടിയൊക്കെ തരും. നമ്മൾ 8GB റാം നോക്കി ഒരു 256 അല്ലെങ്കിൽ 128 സ്റ്റോറേജ് വിലയും കുറവായിരിക്കും. ഒരു 6000 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ ഈ വലിയ ഈ പോക്കോടെയും റിയൽമിയുടെയൊക്കെ എടുക്കുന്ന സമയത്ത് 10,000-15,000 രൂപ കൊടുത്ത് എടുക്കുന്ന സമയത്ത് ഈ ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ പാനസോണിക് ഒരു 6,000 രൂപയ്ക്ക് 7,000 രൂപയ്ക്ക് 5G സ്മാർട്ട് ഫോണിൽ കിട്ടും. നല്ല സ്റ്റോറേജും റാമ്പും എല്ലാം കാണും. 1 year വാറണ്ടിയും തരും കേട്ടോ. അപ്പൊ ഈ 1 year വാറണ്ടിയോടെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ സർവീസ് സെന്റർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ വാങ്ങി 1 മാസം 2 മാസം കഴിയുമ്പോൾ ഇതേ പൂട്ടി അങ്ങ് പോകും. ആ സർവീസ് സെന്റർ പൂട്ടി അങ്ങ് പോകാൻ സാധ്യത ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ 1 വർഷം വരെ വാറണ്ടിയേ ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവോ എന്നറിയില്ല. 12 മാസം വരെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും എന്ന് ഉള്ള കാര്യം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ഉറപ്പ് തരാൻ പറ്റും. ബാക്കിയൊക്കെ നിങ്ങളുടെയൊക്കെ വിധി പോലെ ഇരിക്കും. എനിക്കും ഈ പാനസോണിക്കിന്റെ കമ്പനിയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതുവരേക്കും. പിന്നെ നമ്മൾക്ക് അറിയാന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളതിൽ പറഞ്ഞേ ഉള്ളൂ. പിന്നെ വില കുറഞ്ഞു വരുന്ന ഇങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട നമ്മൾ കണ്ണിന് കുളിർമ തരും കാഴ്ചയ്ക്ക് ഒരു ഫോണ്. കണ്ണിന് നല്ല കുളിർമയായിരിക്കും, കാണാൻ അടിപൊളി നല്ല കളർ. പഴയ ഈ ടച്ച് ഫോണ് സ്റ്റാർട്ടിങ് ചൈന ഇറക്കിയത് ഓർമ്മ ഉണ്ടോ? ഒരുപാട് ഇങ്ങനെ ഇറക്കി പല മോഡൽ ലൈറ്റ് എത്തുന്നു ഓൺ ചെയ്യുമ്പോൾ ശബ്ദങ്ങളിൽ ലൈറ്റ് നമ്മളെ കണ്ണൊക്കെ കുളിരും, അത് കാണാൻ കൊതിക്കും. അങ്ങനെയുള്ള സ്മാർട്ട് അതേപോലെ ഇപ്പം സ്റ്റാൻഡേർഡ് ഇപ്പോഴത്തെ തലമുറക്കാർക്ക് പറ്റി കണ്ണിന് കുളിർമ നൽകുന്ന കളർഫുൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണിലാണ് ഇങ്ങനെ പൊങ്ങി വരുന്ന ബാൻഡുകളൊക്കെ ഒരുക്കി നമുക്ക് മുന്നിൽ ഇങ്ങനെ വിപണിയിൽ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഫുൾ ചൈനയാണ് കേട്ടോ. ഒറിജിനൽ പക്ക ചൈന, സ്പെയർ ഇല്ല. ഇതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് 1 വർഷം കഴിഞ്ഞ് കംപ്ലൈന്റ് ആയി, ചിലപ്പോൾ ടച്ച് ഡിസ്പ്ലേ പോയി. എവിടെ സ്പെയർ ഇല്ല, വെച്ച് അനുഭവിക്കേണ്ട മരണം വരെ അത് കളയേണ്ട തന്നെ സാധനം. വാങ്ങിക്കുമ്പോൾ മെയിനായിട്ട് നല്ല സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്പെയറൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് റെഡിയാക്കിയെങ്കിലും ഉപയോഗിക്കാം. ഒരു 6,000 രൂപ എടുത്ത് വാങ്ങിച്ചിട്ട് കളയേണ്ട തന്നെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. കളഞ്ഞിട്ട് പുതിയ ഫോൺ എടുക്കുക, അത്രയുള്ള ചിരിക്കാസ് എന്നുള്ളവർക്ക് ഒരു ചെറിയ ബഡ്ജറ്റിന് ഇങ്ങനെയുള്ള സ്മാർട്ട് ഫോണുകൾ വാങ്ങിക്കാം. ഇല്ല എനിക്കൊരു 5 വർഷം ഒരു ഫോൺ നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് എടുക്കുന്നതല്ലേ അല്ലേ, ഒരു 10,000 രൂപ കൊടുത്ത് ഞാനൊരു 5G ഫോൺ വാങ്ങിക്കുകയാണ്. അപ്പൊ എനിക്കൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷമെങ്കിലും ഉപയോഗിക്കണം എന്നുള്ളവര് നിങ്ങൾ നല്ലൊരു ബ്രാൻഡ് ഫോൺ നോക്കി എടുക്കുന്ന സമയത്ത് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഷോറൂംമാർ എന്ത് ചെയ്യും, നല്ലൊരു സാധനം നമ്മൾ വെച്ച് വിടാൻ നോക്കും. അപ്പം നമ്മൾ മെയിനായിട്ട് അതിന്റെ സർവീസ് ഗൂഗിളിലൊക്കെ എല്ലാം ഉണ്ടല്ലോ, നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി അതിന്റെ സർവീസ് സെന്റർ ഇവിടെ ഉണ്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് എടുത്തിട്ട് നാളെ നമുക്ക് ഉപകാരപ്പെടുമോ, 2 ദിവസം കഴിഞ്ഞ് ഡിസ്പ്ലേയിൽ ഡോട്ടൊക്കെ വരുമോ, ഇതൊക്കെ നോക്കണം.
സീരിയസ് ആയിട്ട് ചിലപ്പോൾ 2 ദിവസം 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അതിൽ ഡിസ്പ്ലേയിൽ ഡോട്ട് വരും, ചിലപ്പോൾ ഡിസ്പ്ലേയിൽ ലൈന് വരും, ചിലപ്പോൾ ഡിസ്പ്ലേ ഇങ്ങനെ വെട്ടും, ടിക്കിടാന്ന് കിടന്ന് വെട്ടും. ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ സർവീസ് സെന്റർ തപ്പി നടക്കും. അപ്പോഴാണ് നമ്മൾ ഈ സർവീസ് സെന്റർ അവരുടെ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്ത അവർ വരും ഒന്നും അറിഞ്ഞൂടാ. നമ്മൾ ഈ സർവീസ് സെന്ററിന് വേണ്ടിയിട്ട് ഓടും, പൈസ കൊടുത്ത് മൊബൈലും വാങ്ങിച്ച ഷോറൂമിൽ പോകുമ്പോൾ ആ സർവീസ് സെന്ററിൽ തന്നെ കാണിക്കുന്നു. എവിടെയാണ് ഇതിന്റെ സർവീസ് സെന്റർ? അങ്ങനെ ഏതെങ്കിലും ലോക്കൽ സർവീസ് സെന്ററിൽ പോകും, ഫോൺ വാങ്ങിച്ച് അയാൾ വാങ്ങിച്ചവിടെ വയ്ക്കും, തരാ ഡേറ്റ് ഇട്ട് ബില്ല് ചെയ്ത് തരും. പിന്നെ നമ്മൾ മാസങ്ങളോളം ആ ഷോപ്പിൽ കയറി ഇറങ്ങി നമ്മൾ ആ ചെരുപ്പും ചെയ്യും, ഫോൺ അവിടെ. പിന്നെ നമ്മളങ്ങ് കളഞ്ഞിട്ട് പുതിയ ഫോൺ വാങ്ങിച്ച് ജീവിതം അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ബൈ.